നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊല CPM നേതാക്കൾ ജയിൽ മോചിതരായി. മോചനം ശിക്ഷയ്ക്ക് സ്റ്റേ ലഭിച്ച സാഹചര്യത്തിൽ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച് MV ജയരാജനും P ജയരാജനും അടക്കമുള്ള നേതാക്കൾ. മലയോര മേഖല വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടുന്നു. ഇരിട്ടി പായം ഭാഗം കാട്ടാന ഭീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. കോർപ്പറേഷൻ ഗ്ലോബൽ ജോബ് ഫെയർ വരുന്ന 11-ന് മുണ്ടയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഒരുങ്ങുന്നത് വൻകിട കമ്പനികളിൽ തൊഴിൽ നേടാനുള്ള അവസരം. ഇത്ര വലിയ തൊഴിൽ മേള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യം. 2000-ലധികം പേർക്ക് ജോലി ലഭിക്കുമെന്ന് മേയർ. വാർത്തകൾ വിശദമായി. പെരിയ കേസിലെ 4 പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് രാവിലെ മോചിതരായി. CPM നേതാക്കളായ KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി എന്നിവരാണ് ജയിൽ മോചിതരായത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ജയിൽ മോചിതരെ രക്തഹാരമണിയിച്ച് സ്വീകരിച്ചു. പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താനായെന്ന് MV ജയരാജൻ പറഞ്ഞു. തികച്ചും കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥ. അത് CBI ആണ് ഇത്തരം ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത്. അതിന്റെ എല്ലാ തെളിവുകളും വസ്തുതകളും കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് 4ാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. വലതുപക്ഷ മാധ്യമങ്ങൾ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്ന് P ജയരാജനും കൂട്ടിച്ചേർത്തു. CBI എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയല്ല. അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടതായി. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് CBIയോട് ആവശ്യപ്പെട്ടത്. CBI അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ. അതിലാണ് CPMന്റെ നേതാക്കന്മാരെ CBI പ്രതിയേർത്തത്. അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ 4 സഖാക്കൾക്ക്, 4 നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ, അവരുടെ ശിക്ഷ മരവിപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. CPMനെതിരെ ഗൂഢാലോചനയാണ് കേസിൽ പ്രതികളാകാൻ കാരണമായതെന്ന് പുറത്തിറങ്ങിയ KV കുഞ്ഞിരാമൻ പറഞ്ഞു. പൊളിഞ്ഞത് CBI തയ്യാറാക്കിയ കെട്ടുകഥകളാണെന്നും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും K കുഞ്ഞിരാമൻ കൂട്ടിച്ചേർത്തു. KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് CBI കോടതി 5 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ വിധിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ശേഷം 4 പേർക്കും ഉടൻ ജാമ്യം അനുവദിക്കാൻ ഉത്തരവിടുകയായിരുന്നു. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി CBIക്ക് നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ്. കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലോ ഒരു തരത്തിലും തങ്ങൾ പങ്കെടുത്തില്ലെന്നും 4 പേരും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. IPC 225 പ്രകാരം പ്രതികളെ സഹായിച്ചു എന്നതായിരുന്നു 4 പേർക്കും എതിരെയുള്ള കുറ്റാരോപണം. ഇതിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ലെങ്കിലും 4 പേരെയും വിചാരണ കോടതി ശിക്ഷിക്കുകയായിരുന്നു. ഇതാണ് 4 പേരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. പാപ്പിനിശ്ശേരിയിൽ സ്കൂട്ടർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. കല്യാശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയായ ആകാശാണ് മരിച്ചത്. പാപ്പിനിശ്ശേരിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. രാവിലെ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ആകാശ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ ചേലേരി സ്വദേശിയാണ് ആകാശ്. യാത്രക്കിടെ പാപ്പിനിശ്ശേരിയിൽ വെച്ച് ആകാശിന്റെ സ്കൂട്ടർ തെന്നി മറിയുകയായിരുന്നു. ആകാശ് റോഡിലേക്ക് തെറിച്ചു വീണു. ഈ സമയത്ത് പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ദേഹത്തൂടെ കയറിയിറങ്ങിയാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് 55 ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന അരയാക്കണ്ടിപ്പാറ കുടുംബക്ഷേമ ഉപകേന്ദ്രം കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ദ്വിവർഷ പദ്ധതിയായി ഹെൽത്ത് ഗ്രാന്റ് 55 ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന അരയാക്കണ്ടിപ്പാറ കുടുംബക്ഷേമ ഉപകേന്ദ്രം കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നടന്നത്. അരയാക്കണ്ടിപ്പാറ പകൽവീടിന് സമീപമാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സിൽക്കാണ് പ്രവൃത്തി നടത്തുന്നത്. വൈസ് പ്രസിഡന്റ് റീന A സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗിരീഷ് കുമാർ K, മുഹമ്മദ് അഷ്റഫ് T, മിനി KK, CHC ഡോക്ടർ ഇസ്മായിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് മെമ്പർ വിനോദ് കുമാർ നന്ദി രേഖപ്പെടുത്തി. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവ് ഇന്റർലോക്ക് വ്യവസായത്തെ ബാധിക്കുന്നതായി സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കേരള സിറാമിക് ഭാരവാഹികൾ.
കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത്. ക്രഷർ വില വർധനവിൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവ് ഇന്റർലോക്ക് ഹോളോ ബ്രിക്സ് വ്യവസായത്തെ അതിരൂക്ഷമായി ബാധിച്ചിരിക്കുകയാണെന്ന് സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കേരള സെറാമിക് ഭാരവാഹികൾ അറിയിച്ചു. ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് പലതവണയായി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ ക്വാറിയിലും ക്രഷറിൽ വില ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ എല്ലാ വ്യവസായത്തിലും പല കമ്പനികളും ഇപ്പോഴും പൂട്ടിക്കഴിഞ്ഞു. ചില കമ്പനികൾ ആ ക്ലോസറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിനെതിരെ ശക്തമായൊരു നിലപാട്, അതായത് ഇതിനെ നമുക്കൊരു ഇതായിട്ടുള്ളതും കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു സമരത്തിലേക്ക് കടക്കുന്നുള്ളത് ബോധിപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തുള്ളത്. ജില്ലാ കളക്ടർ നിശ്ചയിച്ച വിലയിലും കൂടുതലാണ് ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നത്. ഇത് കാരണം ജില്ലയിൽ പല വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ക്രഷർ വില വർധനവ് ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദൈനംദിനം എന്നോണം നമ്മുടെ ക്രഷർ മെറ്റീരിയൽസിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് വർദ്ധിക്കുക എന്ന് മാത്രമല്ല, ഓരോ ക്വാറികളും അല്ലെങ്കിൽ ക്രഷറുകളും അവർക്ക് ഇച്ഛാനുസരണം അവർ വർദ്ധിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേ ഒരു സംഗതിയുമായിട്ട് നമ്മൾ ഇതിനു മുമ്പേ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കളക്ടറുമായിട്ട് നമ്മൾ ചർച്ച നടത്തി. കളക്ടർ ഓൾറെഡി ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റേറ്റിൽ നിന്ന് ഇവർ പലരും താഴോട്ടും മുമ്പോട്ടൊക്കെ പോയിട്ടുമുണ്ട്. ഇപ്പം നിലവിൽ കഴിഞ്ഞ കളക്ടർ നിശ്ചയിച്ച റേറ്റിനേക്കാളും കൂടുതൽ ആയിട്ടാണ് പല ഭാഗത്തും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യവസായികൾ അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ചന്ദ്, ജില്ലാ സെക്രട്ടറി നജീബ് ചാല, ജില്ലാ ട്രഷറർ രാജൻ കാനം തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പെരിയ ഇരട്ടക്കൊല CPM നേതാക്കൾ ജയിൽ മോചിതരായി. മോചനം ശിക്ഷയ്ക്ക് സ്റ്റേ ലഭിച്ച സാഹചര്യത്തിൽ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച് MV ജയരാജനും P ജയരാജനും അടക്കമുള്ള നേതാക്കൾ. മലയോര മേഖല വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടുന്നു. ഇരിട്ടി പായം ഭാഗം കാട്ടാന ഭീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. കോർപ്പറേഷൻ ഗ്ലോബൽ ജോബ് ഫെയർ വരുന്ന 11-ന് മൊണ്ടയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഒരുങ്ങുന്നത് വൻകിട കമ്പനികളിൽ തൊഴിൽ നേടാനുള്ള അവസരം. ഇത്ര വലിയ തൊഴിൽ മേള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യം. 2000-ലധികം പേർക്ക് ജോലി ലഭിക്കുമെന്ന് മേയർ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. ഇരിട്ടി പായത്ത് ജനവാസ കേന്ദ്രത്തിൽ ആനയിറങ്ങി. പായം UP സ്കൂളിന് സമീപത്തെ വനമേഖലയോട് ചേർന്ന സ്ഥലത്താണ് 2 കാട്ടാനകൾ ഇറങ്ങിയിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ ഇതുവഴിയുള്ള റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സനീഷിന് നേരെ ആനകൾ പാഞ്ഞെടുത്തു. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികാരികൾ മുന്നറിയിപ്പ് നൽകി. ആനകൾ ഇപ്പോഴും റോഡിനോട് ചേർന്നുള്ള വനഭാഗത്ത് തമ്പടിച്ചു നിൽക്കുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും പായം പഞ്ചായത്ത് പ്രസിഡന്റ് P. രജനി ആവശ്യപ്പെട്ടു. മലയോര മേഖലയോട് ചേർന്നാണെങ്കിലും പായത്ത് ഇതുവരെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പുള്ളിപ്പുലി കെണിയിലായ പ്രദേശവും ഇരിട്ടി മലയോര മേഖലയിലാണ്. ആനഭീതി നിലനിൽക്കുന്നതിനാൽ ഈ ഭാഗത്തെ പ്രാദേശിക റോഡുകളിലൂടെയുള്ള വാഹന സഞ്ചാരം നാട്ടുകാർ തടയുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പായം കരിയാലിലാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ആനകളെ കണ്ടെത്തിയത്. ആനകളെ ഉടൻ തുരത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പോലീസും വനംവകുപ്പും റാപ്പിഡ് റെസ്പോൺസ് ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടുകൂടി പടക്കം പൊട്ടിച്ചുകൊണ്ട് ആനയെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ആനകളാണുള്ളത്. ഇപ്പോൾ കരിയാൽ എരുമത്തടം ഭാഗത്താണ്. എരുമത്തടം ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഇരുഭാഗത്തുമായിട്ട് ആനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA 9ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 9, 10, 11, 12 തീയതികളിലായി മയ്യിൽ പ്രത്യേകം സജ്ജമാക്കിയ ഡോക്ടർ മൻമോഹൻ സിംഗ് നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. 4 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. ആദ്യ ദിനം വ്യാഴാഴ്ച വൈകിട്ട് 4:30 മയ്യിൽ നഗരത്തിൽ നടക്കുന്ന വിളംബര ജാഥയോടെ തുടക്കം കുറിക്കും. അന്നേ ദിവസം വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് സജി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. KPSTയുടെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നുള്ളത് 99 പതിറ്റാണ്ടിലധികം ആയിട്ട് ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടനകളുടെ സംയോജിത രൂപമാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അതിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 9, 10, 11, 12 തീയതികളിൽ കണ്ണൂർ ജില്ലാ സമ്മേളനം മയ്യിലുള്ള സാറ്റ്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അതിൻ്റെ വിളംബര ജാഥ നടക്കും. വിളംബര ജാഥയ്ക്ക് ശേഷം പൊതുസമ്മേളനവും തുടർന്ന് കലാസന്ധ്യയും എന്നുള്ള രീതിയിൽ ഇന്ന് അതിൻ്റെ പ്രോഗ്രാം നടക്കും. നാളെ നമ്മുടെ കൗൺസിൽ യോഗം നടക്കുന്നതായിരിക്കും. 11-ാം തീയതി ഈ സമ്മേളനം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. ആദ്യ ദിനം വ്യാഴാഴ്ച വൈകിട്ട് 4:30 മയ്യിലിൽ നടക്കുന്ന വിളംബര ജാഥയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. തുടർന്ന് KPSTA കണ്ണൂർ ജില്ലാ കൾച്ചറലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കലാസന്ധ്യയും ഉണ്ടായിരിക്കും. 2ാം ദിനം വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് KPSTA കണ്ണൂർ ജില്ലാ കൌൺസിൽ യോഗവും നടക്കും. 3ാം ദിനമായ ശനിയാഴ്ച രാവിലെ മയ്യിൽ നഗരം കേന്ദ്രീകരിച്ച് അധ്യാപക പ്രകടനം നടക്കും. പൊതുസമ്മേളനം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് T. സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉപഹാര സമർപ്പണവും നടത്തും. വിദ്യാഭ്യാസ സുഹൃത്ത് സമ്മേളനം, വനിതാ സമ്മേളനം എന്നിവയും നടക്കും. 12ാം തീയതി ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി P. K. അരവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 3:30 സമാപന സമ്മേളനം UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ P. T. മാത്യു ഉദ്ഘാടനം നിർവഹിക്കും. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. രമേശൻ, സംസ്ഥാന സെക്രട്ടറി M. K. അരുണ, ജില്ലാ പ്രസിഡന്റ് UK ബാലചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി T. V. ഷാജി, ഗജാൻജി, രജീഷ് കാളിയത്താൻ തുടങ്ങിയവരും പങ്കെടുത്തു. വേശാല ഈസ്റ്റ് ALP സ്കൂൾ, മാതൃഭൂമി സീഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ വെച്ച് പുത്തരി സദ്യയും തുണിസഞ്ചി വിതരണവും നടത്തി. മാതൃഭൂമി കണ്ണൂർ റീജിയണൽ മാനേജർ G. ജഗദീഷ് ഉദ്ഘാടനം ചെയ്തു. ദൈവത്തെ കാണണമെങ്കിൽ ഒരു മാർഗം പറഞ്ഞുതരാം. വീട്ടിൽ പോയിട്ട് കണ്ണാടി നോക്കിയാൽ മതി. കാരണം ദൈവത്തിന് നമ്മളെന്താ പറയുക, വേറൊരു വാക്ക് സൃഷ്ടാവ് അല്ലേ. സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നം തരുന്ന ആൾക്കാരെയാണ് സൃഷ്ടാവ് എന്ന് നമ്മൾ പറയുന്നത്. ഈ നമ്മളുടെ കാർഷിക കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന സങ്കല്പം അങ്ങനെയാണ്. ഇപ്പോഴും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആരാണോ അന്നം ഉണ്ടാക്കി തരുന്നത് അവരെയാണ് ദൈവമായിട്ട് പരിഗണിക്കുന്നത്. നിങ്ങൾ നട്ട് നടത്തുന്നൊരു ചെടി പിന്നീട് വലുതായി ഒരു പൂവാവുക, അതേപോലെ ഞാറ് നട്ടിട്ട് നെല്ല് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഇവരൊക്കെ ദൈവതുല്യർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് വളരെയധികം
സന്തോഷം. എന്നെ സംബന്ധിച്ചോളം അതാണ്. ആരാണോ അന്നം തരുന്നത് അവരാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചോളം ദൈവം. സ്കൂൾ പ്രധാന അധ്യാപിക OM ശൈലജ അധ്യക്ഷത വഹിച്ചു. സീഡ് കോർഡിനേറ്റർ MM വിജയകുമാരി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് മുതിർന്ന കർഷകനായ പത്മനാഭനെ ആദരിക്കുകയും തുണിസഞ്ചി വിതരണവും ടെട്രാടീനിയം ശ്രീരംഗി എന്ന പുതിയ സസ്യം കണ്ടെത്തിയ സീരേഖയ്ക്കുള്ള അനുമോദനവും തളിപ്പറമ്പ് സൌത്ത് AEO ജാൻസി ജോൺ നിർവഹിച്ചു. സീഡ് എക്സിക്യൂട്ടീവ് ബിജിഷ ബാലകൃഷ്ണൻ, C സുനിൽകുമാർ, KT മനോഹരൻ, C രൂപ, M പ്രവിത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുത്തരി സദ്യയും ഉണ്ടായിരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ. ഫെയർ 11, 12 തീയതികളിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. ജോബ് ഫെയറിന്റെ ഉദ്ഘാടനം 11 രാവിലെ K സുധാകരൻ MP നിർവഹിക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷൻ ഒരുക്കുന്നത് വൻകിട കമ്പനികളിൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നേടാനുള്ള അവസരമാണെന്നും തദ്ദേശ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഇത്രയും വിപുലമായ തൊഴിൽമേള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. മുനിസിപ്പൽ കോർപ്പറേഷൻ നാട്ടിലും വിദേശത്തുമുള്ള കമ്പനികളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഗ്ലോബൽ ജോബ് ഫെയർ ആണ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. കേവലം ജോബ് ഫെയറിനപ്പുറം ഉദ്യോഗാർത്ഥികൾക്ക് വ്യത്യസ്ത അനുഭൂതി സമ്മാനിക്കുന്ന രീതിയിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെയും വിദേശത്തെയും 60ഓളം ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന മേളയിൽ വ്യത്യസ്ത മേഖലകളിലായി 2000ഓളം അവസരങ്ങളും ലഭിക്കും. തൊഴിലധിഷ്ഠിത എക്സ്പോ, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫെസ്റ്റിവൽ, ആഗോള തൊഴിൽ വിപണിയെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ, പ്രസന്റേഷനുകൾ, കോർപ്പറേറ്റ് മേഖലയിലെ പ്രമുഖരുമായി മുഖാമുഖം, വിദേശങ്ങളിൽ തൊഴിലിനൊപ്പം ഉപരിപഠനവും ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിവിധ സെഷനുകളും ഫെയറിന്റെ ഭാഗമായി നടക്കും. 11 മണിക്ക് ആദ്യ സെഷൻ പ്രൊഫഷണൽ മികവ്, ക്രിയേറ്റീവ് മൈൻഡ് എന്ന വിഷയം DCI ഗ്രൂപ്പ് ഡയറക്ടർ അനിൽകുമാർ മഠത്തിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12-ന് ആരോഗ്യരംഗത്തെ അനന്ത സാധ്യതകൾ എന്ന വിഷയം മോൺഗോ ഹെൽത്ത് സിസ്റ്റംസ് മാനേജിംഗ് ഡയറക്ടറും സീനിയർ ഹെൽത്ത് കെയർ കൺസൾട്ടന്റുമായ ഷൌക്കത്ത് അലി മാതോടവും ഉച്ചയ്ക്ക് 2-ന് നിർമ്മിത ബുദ്ധിയുടെ ലോകം, തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ എന്ന വിഷയം കെൻ പ്രിമോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും IT പ്രൊഫഷണലുമായ MK നൌഷാദും അവതരിപ്പിക്കും. 12-ന് രാവിലെ 10-ന് കോർപ്പറേറ്റ് വിജയത്തിലേക്കുള്ള യാത്ര എന്ന സെഷൻ ടാലന്റ് മാനേജ്മെന്റ് എക്സ്പെർട്ട് അമൃത രാമകൃഷ്ണൻ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12-ന് തൊഴിൽ തെരഞ്ഞെടുപ്പും വിപണിയുമായി പൊരുത്തപ്പെടുന്ന വൈദഗ്ധ്യവും എന്ന വിഷയത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നാഷണൽ കരിയർ സർവീസസ് പരിശീലകൻ CK ഷമീർ സംസാരിക്കും. വൈകിട്ട് 4 മണിക്ക് സമാപന സമ്മേളനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സന്തോഷ് കുമാർ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കണ്ണൂരിന് പുറമെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുക്കും. ഏതാണ്ട് 90,000-ഓളം ആളുകൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷനും സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കാനായിട്ട് ഓരോരുത്തർക്കും പ്രത്യേകം സ്ലോട്ട് നൽകിക്കൊണ്ട്, പ്രത്യേക സമയം നൽകിക്കൊണ്ട്, പ്രത്യേക ആപ്പ് വഴി അവർക്ക് മൊബൈലിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, ഫുഡ് പ്രോസസ്സിംഗ്, മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽസ്, ടെക്സ്റ്റൈൽസ്, മീഡിയ, ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റീവ് ജോലി തുടങ്ങിയ നിരവധി മേഖലകളിലെ തൊഴിലവസരങ്ങളാണ് ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ തുറന്നു വെക്കുന്നത്, ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു വെക്കുന്നത്. കണ്ണൂരിന് പുറമെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുക്കും. ഇതിനോടകം 9,000 ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കാനായി 2 ദിവസങ്ങളിലായി സ്പോട്ടിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ലഭിക്കുന്ന സ്പോട്ടിന് അനുസരിച്ച് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. വാർത്താ സമ്മേളനത്തിൽ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK രാഗേഷ്, P ഷമീമ, MP രാജേഷ്, VK ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളിയാവൂർ, മുൻ മേയർ TO മോഹനൻ, കൌൺസിലർമാരായ കൂക്കിരി രാജേഷ്, KP അബ്ദുൾ റസാഖ്, T രവീന്ദ്രൻ, N ഉഷ, VK ഷൈജു, ബ്രാൻഡ് ബേ മാനേജിംഗ് ഡയറക്ടർ സൈനുദ്ദീൻ ചേലേരി എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മനുഷ്യസ്നേഹത്തിന്റെ നല്ല പാഠം പഠിപ്പിച്ച് തന്നട സെൻട്രൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. മുഴപ്പിലങ്ങാട് തറവാട് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഉച്ചയൂണുമായി എത്തിയാണ് കുട്ടികൾ ജീവിതത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിച്ചത്. കുഞ്ഞു കൈകളിൽ പൊതിച്ചോറുമായി എത്തിയപ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. മലയാള മനോരമയുടെ നല്ല പാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് റസാഖ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യസ്നേഹത്തിന്റെ നല്ല മാതൃക കാണിച്ചു തരികയാണ് തന്നട സെൻട്രൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. മുഴപ്പിലങ്ങാട് തറവാട് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഉച്ചയൂണുമായാണ് ബുധനാഴ്ച കുട്ടികളും അധ്യാപകരും എത്തിയത്. മലയാള മനോരമയുടെ നല്ല പാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾ സ്വരൂപിച്ച ചെറിയ തുക കൂട്ടിവെച്ചാണ് ഭക്ഷണത്തിനുള്ള തുക കണ്ടെത്തിയത്.
കുട്ടികളിൽ കുടുംബത്തിലെ ഓരോരുത്തരെയും എന്നും ചേർത്തു പിടിക്കേണ്ടതാണെന്നും ജീവിത സായാഹ്നത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ തണലാവേണ്ടതാണ് എന്നുമുള്ള മഹത്തായ പാഠം ഉൾക്കൊള്ളിക്കാനും കൂടാതെ ദാനധർമ്മങ്ങൾ ശീലിപ്പിക്കുക, പ്രായമായവരോട് സ്നേഹം വളർത്തുക എന്നുമുള്ള ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിൽ നിന്നും പാചകം ചെയ്ത വിഭവങ്ങളുമായി കുട്ടികളെത്തിയപ്പോൾ അന്തേവാസികളിൽ പലരുടെയും കണ്ണു നിറഞ്ഞു. പലരും ഈ കുരുന്നുമുഖങ്ങളിൽ സ്വന്തം പേരക്കിടാങ്ങളുടെ മുഖം കണ്ടു. ഹെഡ്മാസ്റ്റർ ഇ ബാലസുബ്രഹ്മണ്യത്തിന്റെ അധ്യക്ഷതയിൽ PTA പ്രസിഡന്റ് റസാഖ് മുഹമ്മദാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്റ്റാഫ് സെക്രട്ടറി എ സുബൈർ, നല്ലപാടം കോർഡിനേറ്റർമാരായ റമീസ MM, സഹീറ P, മദർ PTA പ്രസിഡന്റ് അഞ്ജന P, തറവാട് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ജിസ്ന, പ്രസിഡന്റ് VP അബ്ദുൽ ഖാദർ, സെക്രട്ടറി മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പുരസ്കാരം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 4 പതിറ്റാണ്ടുകാലം 1500ഓളം കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ അഭേദ്യ ഭാഗമായി ജഗതി മാറിയെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടായി അഭിനയ വൈവിധ്യങ്ങളിലൂടെ അത്ഭുതങ്ങൾ കാണിച്ച നടൻ ജഗതി ശ്രീകുമാറിനാണ് മലയാള സിനിമയിലെ മുത്തച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പേരിലുള്ള പുരസ്കാരം സമ്മാനിക്കുന്നത്. പുരസ്കാര സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. 4 പതിറ്റാണ്ടുകാലം 1500ഓളം കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ അഭേദ്യ ഭാഗമായി ജഗതി മാറിയെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. കഴിഞ്ഞ വർഷം പത്മശ്രീ മധുസാറിനാണ് പുരസ്കാരം ലഭിച്ചത്. തൊട്ട് മുന്നത്തെ വർഷം മുൻ MPയും സിനിമാ താരവും അമ്മയുടെ പ്രസിഡന്റുമായിരുന്ന ശ്രീ ഇന്നസെന്റിനായിരുന്നു. 3ാമത് അവാർഡാണ് ബഹുമാനപ്പെട്ട ശ്രീ ജഗതി ശ്രീകുമാർ നൽകാൻ ജൂറി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം സിനിമയിൽ ഇപ്പോൾ സജീവമല്ലെങ്കിൽ മലയാളിയുടെ മനസ്സിൽ കഥാപാത്രങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന മലയാള സിനിമാ രംഗത്തെ അതുല്യനായ താരമാണ്. അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ ഇന്നും മലയാളിക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മനോജ് ഖാന, സുരേഷ് പൊതുവാൾ എന്നിവരടങ്ങിയ ജൂറി കമ്മിറ്റിയാണ് അവാർഡ് നിർണയിച്ചത്. വാർത്താ സമ്മേളനത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പുരസ്കാര കമ്മിറ്റി ഭാരവാഹികളായ TV രാജേഷ്, P സന്തോഷ്, ഭവദാസൻ നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു. നിർമ്മാണ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കാൻ സംഘടന മുൻകൈയെടുക്കണമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിനിധി സമ്മേളനം ജവഹർ ഓഡിറ്റോറിയത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനകളുടെ പരമപ്രധാനമായ ലക്ഷ്യം ഒന്ന് സംഘടനയ്ക്കിടയിൽ ഉള്ളവരുടെ ക്ഷേമം, മറ്റൊന്ന് അവർ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു കൂട്ടായ്മ, അതോടൊപ്പം ഒരു ഏകീകരണം ഉണ്ടാവുക എന്നുള്ളതൊക്കെ തന്നെയാണ്. നമുക്കറിയാം, നിർമ്മാണ മേഖല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ പരമപ്രധാനമായ ഒരു വ്യവസായമെന്ന് നമുക്ക് പറയാം. ജില്ലാ പ്രസിഡന്റ് ദാമു വെള്ളാവ് അധ്യക്ഷത വഹിച്ചു. P രാജീവൻ, തരിയക്കുട്ടി, KH രഞ്ജിത്ത് കണ്ടമ്പേത്ത്, T പ്രവീൺകുമാർ, P ചന്ദ്രൻ, K ബാബുചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെപ്പറ്റി, വരുംകാല പ്രവർത്തനത്തെപ്പറ്റി, കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ വളരെ വിശദമായി വിലയിരുത്തുകയും വരുംകാലങ്ങളിലെ പ്രവർത്തനങ്ങളെ നമ്മളത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നടപ്പിലാക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ CWSA എന്ന സ്വതന്ത്ര സംഘടനയെ സംബന്ധിച്ചിടത്തോളം 27 വർഷക്കാലം പിന്നിട്ടിട്ടുള്ള സംഘടന. ഇതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് ഈ സംഘടന ഈ കാലയളവിൽ എന്തൊക്കെ ചെയ്തു കൊടുത്ത്, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഈ സംഘടനയെ കൊണ്ട് കരാറുകാർക്കൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി പരിശോധിക്കേണ്ടതായി. സ്വാഗത സംഘം വൈസ് ചെയർമാൻ MP സത്യൻ സ്വാഗതം പറഞ്ഞു.
വൈകിട്ട് നടന്ന സെമിനാറിൽ ഉല്ലാസൻ ചൊവ്വ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നാളെ 4-ന് പ്രഭാത് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തെ തുടർന്ന് സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന പൊതുയോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പാളിയത്ത് വളപ്പിലെ ചിത്ര തിയേറ്റേഴ്സിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നാളെ വൈകുന്നേരം 6 മണിക്ക് സിനിമാ സാംസ്കാരിക പ്രവർത്തക ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച 7 മണിക്ക് ചിത്ര തിയേറ്റേഴ്സിന്റെ 57ാമത് നാടകം മൊറാഴ 1940 അരങ്ങേറും. കുടുംബസംഗമം, ഓർമ്മകൾക്കപ്പുറം, ആദരിക്കൽ, നൃത്തഗാനസന്ധ്യ, തെരുവ് നാടകോത്സവം, മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. MP ഗോവിന്ദൻ മാസ്റ്റർ MLA, വിജിൽ MLA, കരിവള്ളൂർ മുരളി എന്നിവർ രക്ഷാധികാരികളായും അതുപോലെ തന്നെ ആന്തൂർ നഗരസഭ ചെയർമാൻ P മുകുന്ദൻ ചെയർമാൻ, വൈസ് ചെയർമാനായി E മോഹനും E പിലിപ്പിരാജനും, ജനറൽ കൺവീനറായി KP പ്രദീപ് കുമാറും, ജോയിന്റ് കൺവീനർമാരായി E രാജീവനും PV ബാബുരാജും തുടങ്ങി 501 സംഘാടക സമിതിയാണ് 50ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകി വരുന്നത്. 2025 മുതൽ 2025 ജനുവരി മുതൽ ഡിസംബർ വരെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ജനുവരി 10-ാം തീയതി സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സാംസ്കാരിക പ്രവർത്തക ഗായത്രി വർഷയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് E ഫിലിപ്പ് രാജൻ, സെക്രട്ടറി P പ്രദീപ് കുമാർ, സംഘടനാ സമിതി വൈസ് ചെയർമാൻ E മോഹനൻ, KT പ്രഭാകരൻ, E കുഞ്ഞിക്കണ്ണൻ, E രാജീവൻ എന്നിവരും പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7260, പവന് 58,080 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊല CPM നേതാക്കൾ ജയിൽ മോചിതരായി. മോചനം ശിക്ഷയ്ക്ക് സ്റ്റേ ലഭിച്ച സാഹചര്യത്തിൽ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ച് MV ജയരാജനും P ജയരാജനും അടക്കമുള്ള നേതാക്കൾ. മലയോര മേഖല വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടുന്നു. ഇരിട്ടി പായം ഭാഗം കാട്ടാന ഭീതിയിൽ, ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. കോർപ്പറേഷൻ ഗ്ലോബൽ ജോബ് ഫെയർ വരുന്ന 11-ന് മുണ്ടയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഒരുങ്ങുന്നത് വൻകിട കമ്പനികളിൽ തൊഴിൽ നേടാനുള്ള അവസരം. ഇത്ര വലിയ തൊഴിൽ മേള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യം. 2000-ലധികം പേർക്ക് ജോലി ലഭിക്കുമെന്ന് മേയർ. വാർത്താ ബുള്ളറ്റിൻ്റെ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.